പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഇന്നത്തെ ദുആ ഈ പൊന്നുമോന് വേണ്ടിയാണ്. 7.5 വർഷക്കാലത്തോളമായി സഹിക്കാനാകാത്ത വേദനകളുമായി ആശുപത്രികളിൽ കഴിയാൻ തുടങ്ങിയിട്ട് ഈ ഉപ്പയും മകനും. നമ്മുടെയൊക്കെ ഇന്നത്തെ പ്രാർത്ഥന ഈ പൊന്നുമോനായിരിക്കട്ടെ. നമ്മളൊക്കെ ഇവിടെ നമ്മുടെ മക്കളോടൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ വേദനകളിലേക്ക് നമ്മൾ കയറി ചെല്ലണം പ്രിയപ്പെട്ടവരെ. എന്നാലേ നമുക്കൊക്കെ നല്ലൊരു മനുഷ്യനാവാൻ പറ്റുകയുള്ളൂ. അവരുടെ ആ വേദനകൾ നമ്മുടേതാകുമ്പോഴാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ആത്മാർത്ഥതയുണ്ടാകൂ, ശക്തിയുണ്ടാവുകയുള്ളൂ. മകൻ്റെ ജീവന് വേണ്ടി 7.5 വർഷത്തോളം പെടാപ്പാട് വിടുന്ന ഒരു ഉപ്പയുടെ വേദനയിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. ഞാൻ ഈ ഒരു വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. 7.5 വർഷക്കാലത്തോളമായി ആ പൊന്നുമോൻ വേദന സഹിക്കാൻ തുടങ്ങിയിട്ട് ആ പൊന്നു മകനെയും കൊണ്ട് ഉപ്പ കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല. മക്കൾക്ക് രോഗം വന്ന് നല്ലൊരു ചികിത്സ പോലും കൊടുക്കാതെ പ്രകൃതി തന്ന മക്കളെ പ്രകൃതി തന്നെ നോക്കിക്കോളും എന്ന് പറയുന്ന മാതാപിതാക്കളുള്ള ലോകത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ നമ്മളൊക്കെ എന്താണ് പറയേണ്ടത്? 7.5 വർഷക്കാലത്തോളം ആ മകന് വേണ്ടി പെടാപ്പാട് വിടുന്ന ഒരു ഉപ്പ. ഈ അടുത്തായിട്ടാണ് സ്വന്തം മകൻ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു പോയത്. വീട്ടിൽ പ്രസവിച്ച സ്ത്രീ അവരുടെ കഴിവ് വെച്ച് അവർ തന്നെ അശാസ്ത്രീയമായി ചികിത്സിച്ചു. കുട്ടിക്ക് മഞ്ഞപ്പിത്തമാണത്രേ. മഞ്ഞപ്പിത്തം ബാധിച്ച ആ കുഞ്ഞിന് ചികിത്സ കിട്ടാതെ കുഞ്ഞ് മരണപ്പെട്ട കുട്ടിയെ എത്രയും പെട്ടെന്ന് കബറടക്കി. നാട്ടുകാരുടെ സംശയാധീനം വീണ്ടും കബറ് മാന്തി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് കുട്ടിക്ക് മഞ്ഞപ്പിത്തമാണെന്ന് മനസ്സിലായത്. ഈ കുട്ടിയുടെ ഉമ്മയാണെങ്കിൽ അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കളെ നമ്മളൊക്കെ സമ്മതിക്കണ്ടേ? ചെറിയ മക്കളിൽ മേലെയാണ് ഇവർ പരീക്ഷണം നടത്തിയത്. ആ കുഞ്ഞ് മരണപ്പെട്ടുപോയി. ഈ അക്യുപഞ്ചർ ചികിത്സ ആയതുകൊണ്ട് തന്നെ ഇത് മതപരമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ചികിത്സ. മതപരമായിട്ടെന്ന് പറയുമ്പോൾ ഇസ്ലാം എന്ന മതത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയൊന്നും മതത്തിൽ പറയുന്നില്ല. രോഗം വന്നാൽ ആ രോഗത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ തന്നെ കൊടുക്കണമെന്നാണ് മതം നമ്മളെ പഠിപ്പിക്കുന്നത്. അനീസ് മോൻ എന്ന ഈ ഒരു 8 വയസ്സുകാരൻ 7.5 വർഷക്കാലത്തോളമായി വേദന തിന്നാൻ തുടങ്ങിയിട്ട്. ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകാം സോഷ്യൽ മീഡിയയിലൂടെ ഈ ഉപ്പയുടെയും മകൻ്റെയും വേദനകളും പ്രയാസങ്ങളും പറഞ്ഞ് ഫോട്ടോസുകളും പോസ്റ്ററുകളും. കണ്ണീരിൽ കുതിർന്ന എഴുത്തുകളായിരുന്നു ആ ഉപ്പയുടേത്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഒരുപാട് പേരുടെ സഹായമാണ് ഈ കുട്ടിയുടെ ചികിത്സ. ഇനി ആ പൊന്നുമോന് വേണ്ടത് പ്രാർത്ഥനകളാണ്. നിങ്ങളൊന്ന് കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേ പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ മക്കൾ വാശി പിടിച്ച് കരയുന്ന ഒട്ടനവധി നിമിഷങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒന്നെങ്കിൽ അവർ കരയുന്നത് കളിപ്പാട്ടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മാതാപിതാക്കളോട് വേറെ എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്കോ മറ്റോ ആയിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന കാഴ്ച അത്തരത്തിലൊരു ആവശ്യം പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് ഈ പൊന്നുമോന് 7.5 വർഷത്തോളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വേദന, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഹോസ്പിറ്റൽ ജീവിതം, ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അവൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ആ ഒരു ഭയാനകരമായ അവസ്ഥയിൽ നിന്നും എന്നെ ഒന്ന് മോചിപ്പിക്കണേ എന്നായിരുന്നു ആ കുഞ്ഞു മനസ്സിൽ. എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു മോചനത്തിന് വേണ്ടി തൻ്റെ ഉപ്പാനോട് വാശി പിടിച്ച് കരയുന്ന ഒരു രംഗമാണിത്. നമ്മുടെ മക്കൾ പറയുന്നത് പോലെ കളിപ്പാട്ടത്തിനല്ല, ഒന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ. അത്രയുള്ളൂ ആ കുഞ്ഞു മനസ്സിൽ. 8 വയസ്സുള്ള ഈ ഒരു കുഞ്ഞു മാലാക ഇത്രത്തോളം അനുഭവിക്കുന്നു എങ്കിൽ ഈ കാഴ്ചകൾ കാണുന്ന നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ ലോകത്തെ അവൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ച് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കിയേ. നമ്മുടെ മക്കൾ നമ്മളോട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സന്തോഷമല്ലേ? മറിച്ച് ഇതങ്ങനെയല്ല. ഇവിടെ ഈ കുഞ്ഞ് അവൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മാതാപിതാക്കളായ അവരുടെ ഉള്ളം ഒന്ന് പിടയും. കാരണം എന്താണെന്നറിയുമോ? അവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവൻക്ക് കഴിക്കാനാവില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. ജീവിതത്തിൽ അവൻ്റെ ഓരോ ആഗ്രഹങ്ങളും 8 വർഷങ്ങളായി കണ്ണീരോടല്ലാതെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല.
അത് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മക്കളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം, ഇത് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആ മോന് കൊടുക്കാൻ പറ്റാതാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതാണ്. പടച്ച റബ്ബ് എല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ. മക്കൾ സന്തോഷമായി സന്തോഷമായി നമ്മൾ നൽകുന്ന ഭക്ഷണം അത് രുചിയോടുകൂടി കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സും നിറയുകയാണ്. വല്ലാത്തൊരവസ്ഥ തന്നെയാണിത്. അവൻ്റെ തിരിച്ചു വരവിന് വേണ്ടി മനസ്സൊരുക്കി നമുക്ക് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഒരുപാട് കാലമായി സോഷ്യൽ മീഡിയയിലൂടെ ഇത് കാണാൻ തുടങ്ങിയിട്ട് ആ പൊന്നുമോന് വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ തിരിച്ചുവരവ് അതിവിദൂരമല്ല. നമുക്കൊക്കെ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ വിലപ്പെട്ട ചെറിയൊരു സമയം ആ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം പ്രിയപ്പെട്ടവരെ. പടച്ച റബ്ബ് എത്രയും പെട്ടെന്ന് ആ പൊന്നുമോന് പൂർണ്ണ ഷിഫയായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. പടച്ച റബ്ബേ, ആ പൊന്നുമോനെ നീ കഴിയൊഴിയല്ലേ റബ്ബേ. ഒരുപാട് കാലമായി റബ്ബേ ആ മാതാപിതാക്കൾ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് റബ്ബേ, ഇതുപോലുള്ള രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പൂർണ്ണ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ആ പൊന്നുമോന് ആ ആശുപത്രികളിൽ നിന്നും എത്രയും പെട്ടെന്ന് നീ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് സമാധാനം ക്ഷമയും നീ കൊടുക്കണേ റബ്ബേ. ആ ഒരു കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണം. ഒരുപാട് പേര് ദുആ ചെയ്യുന്നുണ്ട് എന്നറിയാം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദുആ ആ പൊന്നുമോനായിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.